എവിടെയോ കണ്ടുമറന്നൊരു മുഖം. എന്താ കാര്യം? വെറും ഒരു സിനിമാ മോഹിയായിട്ട് സാറിനെ തള്ളിക്കളയുന്നു. എന്റെ കയ്യിലൊരു കഥയുണ്ട്. 15 മിനിറ്റ് കൊണ്ട് ഞാനത് പറയാം. പ്ലീസ്. 15 മിനിറ്റ് കൊണ്ട് അയാൾ ആ കഥ പറഞ്ഞു. എന്തായിരുന്നു ആ കഥ? എന്റെ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ലോകം. അതാണ് എന്റെ കുടുംബം. അതിനപ്പുറത്തേക്കൊരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല. ആ സ്വകാര്യതയിലേക്ക് ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി വന്നു. ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കാൻ കെൽപ്പുള്ളൊരു അതിഥി. ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന ഉറപ്പോടെ എന്നേക്കുമായി ആ അതിഥിയെ ഞങ്ങൾ മടക്കി അയച്ചു. ഇതാണ് ആദ്യ പകുതി. എല്ലാ തെളിവുകളും സൃഷ്ടിക്കുന്നതും പോലീസിനെ ഭയന്നുള്ള അവരുടെ ജീവിതവുമാണ് രണ്ടാം പകുതി. പോലീസ് ബിനിരാജിന്റെ ബോഡി കണ്ടെത്തുകയും കൃഷ്ണകുമാർ ആ കുറ്റം ഏറ്റെടുത്ത് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോകുന്നതുമാണ് ക്ലൈമാക്സ്. അന്ന് പോലീസ് സ്റ്റേഷൻ പണിതുകൊണ്ടിരിക്കുകയല്ലായിരുന്നു. അതിനകത്തുനിന്ന് ജോർജ് കുട്ടി വരുന്നത് ഞങ്ങൾ. അതിന് ഓഗസ്റ്റ് 2-ാം തീയതി ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. ഒരു ധ്യാനത്തിന് പോയി 3-ാം തീയതി വൈകിട്ടാണ് വന്നത്. നീ എന്നാണ് അതിന്റെ അളിയനെ കൊന്നത്? 2013 ഓഗസ്റ്റ് 4. സമയം രാത്രി 12. അത് കഴിഞ്ഞ് പേടിച്ച് വീട്ടിലേക്ക് ഓടുന്നതിനിടയിൽ നീ പണി നടക്കുന്ന പോലീസ് സ്റ്റേഷന് മുന്നിൽ അല്ലേ? അതെ. അപ്പൊ എന്തോ ശബ്ദം കേട്ട് അകത്തേക്ക് നോക്കി നീ എന്താ കണ്ടത്? ഈ നിൽക്കുന്ന ജോർജ് കുട്ടിക്കാരൻ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങി വരുന്നു. നിങ്ങളിതെല്ലാം അറിയുന്നു, എന്തെങ്കിലും കണ്ടുപിടിക്കുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് സാർ ഞാൻ ഇതുവരെ ജീവിച്ചത്. എൻ്റെ വിരലടയാളമുള്ള ആ കമ്പിവടി, ആ പയ്യന്റെ വസ്ത്രങ്ങൾ, ഷൂസ് എല്ലാം ഞാൻ ഒരിടത്ത് ഒളിച്ചു വെച്ചിട്ടുണ്ട് സാർ. അഞ്ജു എന്ന പെൺകുട്ടിയെ മർഡർ ചാർജ് ചെയ്ത് പോയാൽ നമുക്ക് 2 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എത്രത്തോളം തെളിവ് സംഘടിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കും. മാത്രമല്ല, ഈ ക്രൈം നടക്കുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് പ്രായപൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് കേസ് ജൂനിൽ സ്ട്രോങ് എവിഡൻസ് അല്ലെങ്കിൽ കോടതിയിൽ നിന്ന് ആ കുട്ടി സുഖമായിട്ട് അറിയും. അതുമാത്രമല്ല, ജോർജ് കുട്ടി പറയുന്ന പോലെ അയാളാണിത് ചെയ്തതെന്നതിന് അയാൾ തെളിവുകൾ സംഘടിപ്പിച്ച് വച്ചിട്ടുണ്ടെങ്കിൽ നാച്ചുറലി അയാളുടെ ഭാര്യയും മൂത്ത മകളും നിരപരാധികളെ മാറും. കൊല്ലപ്പെട്ട അയാളുടെ വസ്ത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവിടെ അത് കിട്ടിയിട്ടില്ല എന്നാണ് ഫോറൻസിക്. അപ്പോൾ തെളിവിനായി വസ്ത്രങ്ങൾ ഊരിയെടുത്തു എന്ന് അയാൾ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് തൽക്കാലം അയാൾ ആവശ്യപ്പെടുന്നത് അയാളുടെ കുടുംബത്തെ ഒഴിവാക്കി അയാളുടെ കൺഫ്യൂഷൻ ഊന്നി നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഞങ്ങളിവിടെ വരാൻ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നിങ്ങളുടെ മൂത്ത മകൾക്ക് വരുണിനെ അറിയാവുന്നതുകൊണ്ടും. 2, നിങ്ങൾ ആ കാർ ഓടിച്ചു പോകുന്നത് സഹദേവൻ കണ്ടതുകൊണ്ടും. ഇവിടെയാണ് ജോർജ് കുട്ടി എന്ന 4-ാം ക്ലാസ്സുകാരനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തത്. ദൃശ്യം, ഒരു ദൃശ്യം മനസ്സിൽ പതിയുന്ന ആഴത്തിൽ മറ്റൊന്നും പതിയില്ല. 2ഉം 3ഉം തീയതികളിലെ യാത്ര അവര് മെനഞ്ഞുണ്ടാക്കിയ വെറുമൊരു കഥയല്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആസ് പെർ DNA റിപ്പോർട്ട് ഈ സ്കെലിറ്റൻ വരേണ്ടതല്ല. താൻ കുഴിച്ചിട്ട രഹസ്യത്തിലേക്ക് എന്തെങ്കിലും പോലീസ് എത്തുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന നായകൻ അന്നു മുതൽ അതിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഇയാളെപ്പോലൊരു സാധാരണക്കാരന് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ഒരു ഭാഗ്യ പരീക്ഷത്തിനായി വർഷങ്ങളുടെ കാത്തിരിപ്പ്. സത്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ബട്ട് കാൻ't prove it. തന്റെ കുടുംബത്തെ സംരക്ഷിക്കാൻ ശപഥമെടുത്തൊരു മനസ്സാണ് അയാൾ. നമുക്ക് ജയിക്കാനായി സത്യത്തിൽ നമ്മൾ അയാളല്ല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്, അയാൾ നമ്മളെ. എനിക്കുറപ്പുണ്ട്, ഈ നിമിഷം മുതൽ നമ്മുടെ അടുത്ത വരവിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാവർക്കും എന്ന പോലെ എനിക്കും എൻ്റെ കുടുംബം വലുതാണ്. അത് തകരാതിരിക്കാൻ ഞാൻ എന്തും ചെയ്യും. അവിടെ എൻ്റെ മുന്നിൽ ശരികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളോട് തുറക്കണം.